എല്ലാവർക്കും റിൻഷൽ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഊട്ടി ട്രിപ്പ് പ്ലാനിൻ്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഊട്ടിയിൽ കറങ്ങുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇന്നത്തെ സ്റ്റേ, ഫുഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇത് നമ്മുടെ കർണാടക ഗാർഡൻ വരുന്നതാണ്. ഇതിൻ്റെ നമുക്ക് ഒരാൾക്ക് 200 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ്, മൺഡേ ആയിട്ട് തന്നെയും. അപ്പോൾ നമുക്കിനി അകത്തേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നത് ഈ ഒരു ലുക്കിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബുഷൊക്കെ നല്ല രീതിയിൽ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ലുക്ക് തന്നെയുണ്ട് കാണാനായിട്ട്. ഫ്രണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഊട്ടിയിൽ വന്നിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട്, അതോടൊപ്പം തന്നെ തണവും ചെറിയ രീതിയിൽ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പം. നമ്മുടെ നാട്ടിലുള്ള ബുഷല്ല, ഇത് വേറൊരു ടൈപ്പ് നമ്മുടെ ക്രിസ്മസ് ട്രീമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ബുഷ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നതാണ്, കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്നാണ് എളുപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ. ഓ, അടിപൊളിയുണ്ട് വ്യൂ ഇവിടുത്തെ. അവിടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡിനോസർ ലുക്ക് വരുന്ന റൈറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ആ ഗാർഡൻ്റെ നെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഊട്ടിയിൽ തന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയായിട്ടത്. അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ വ്യൂ കേട്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ വ്യൂ വരുന്നത്. അപ്പുറത്ത് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും വ്യൂസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ ഈ ബുഷുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇവിടുത്തെ ലുക്ക് വരുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ വന്നതിൽ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടൊരു വ്യൂ തന്നെ എനിക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ഒരു ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗുഹയുടെ ഉള്ളിൽ നമുക്ക് നല്ലൊരു തണുപ്പ് കാര്യങ്ങൾ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഹൈറ്റിൽ, നമ്മുടെ ഒരു ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പാർക്കിൻ്റെ തന്നെ മറ്റൊരു വശത്താണ് ഇങ്ങനൊരു വ്യൂ കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു രണ്ട് ഭാഗം കൂടി യോജിപ്പിക്കുന്ന ഒരു തൂക്കുപാലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തമിഴ് സിനിമാ നടൻ വിശാലിൻ്റെ ഷൂട്ടിംഗാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ഫ്ലവർ ഷോ ഉണ്ട്. ആ ഫ്ലവർ ഷോൻ്റെ അവിടെ വെച്ചാണ് ഒരു സോങ് സീനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അകലെ നിന്ന് അദ്ദേഹത്തിനെ കാണാൻ പറ്റുമായിരുന്നു.
അപ്പോൾ നമ്മൾ ഗാർഡനൊക്കെ കണ്ടു വന്നതിന് ശേഷം നമ്മുടെ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 വലിയ ചിക്കൻ പീസ് ഉണ്ട്. മലയാളികളുടെ ഒരു ഹോട്ടലാണ് വരുന്നത്. ഇത് ലൈക്ക് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതാണ്ടല്ലേ, നല്ല ജ്യൂസി ആയിട്ടാണ് ചിക്കൻ വന്നിരിക്കുന്നത്. പിന്നെ മലയാളത്തിൻ്റെ ആയതുകൊണ്ടാണ് പിന്നെ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചത്. ഒരു ബിരിയാണി റേറ്റ് ഒരു 180 രൂപയാണ് കേട്ടോ. ചിക്കൻ, മട്ടൻ അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ ചിക്കനാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ ഊട്ടി ലൈക്ക് ഉണ്ട്. ഈ ലൈക്കിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ വരുമ്പോൾ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആളുടെ റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ ബോട്ട് ഹൗസ് വരുന്നത്. ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് കൗണ്ടറാണ് ഈ ഒരു സെക്ഷൻ. അതിൻ്റെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. കാരണം ഹോട്ടലിൽ നമുക്ക് പാർക്കിംഗ് സെറ്റപ്പ് ഒന്നുമില്ല. ഒരു പാർക്കിംഗ് ഫീസ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 6 സീറ്റ് ബോട്ടിങ്ങിന് വരുന്നത് 825, 8 സീറ്റ് 975, അതുപോലെ 10 സീറ്റിന് 1175, 15-ന് 1700. അങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ബുക്കിംഗ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈക്കിലേക്കുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് എൻട്രൻസ് ടിക്കറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് 25 രൂപ ആണ് എൻട്രൻസ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിരിക്കാനുള്ള ഒരു ടിക്കറ്റാണ്. പിന്നെ അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, പെറ്റ്സ് ആർ നോട്ട് അലൗഡ്. അതായത് ആരും പെറ്റ്സിനെ കൊണ്ടൊന്നും അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പ്രത്യേകമായിട്ട് മലയാളത്തിലും ഹിന്ദിയിലും കന്നഡയിലും എല്ലാത്തിലും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും ബോട്ട് ഹൗസിൽ കയറുന്നില്ല. ഇനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഊട്ടി സെൻറ്ററാണത്. അപ്പോൾ ഈ ഊട്ടി സെൻറ്ററിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ആ കാണുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ പല പല കളറുകളായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ കുറെ പൈൻ ഫോറസ്റ്റുകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്നത്. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ആ ഒരു ലുക്ക് കാണാനായിട്ട്. പിന്നെ അപ്പുറത്തൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ പഴയ ആ ഊട്ടിയുടെ ലുക്ക് തന്നെ കാണുന്നതാണ്. ഭയങ്കര ലുക്ക് തന്നെയാണ്. കാരണം ഇതിൻ്റെ വേറൊരു മലയുടെ ഒരു സൈഡിൽ എല്ലാ വീടുകളും ഡിഫറെൻറ്റ് കളറിൽ ചെയ്ത് അങ്ങനെ മഞ്ഞ, പച്ച, നീല അങ്ങനെ കുറേ കളേഴ്സൊക്കെ ചെയ്തിട്ട് നല്ല ലുക്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ദബ്ബാപേട്ട വ്യൂ പോയിന്റ് വരുന്നത്. അവിടെ കുറെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പേര് എന്നിട്ടാണ് കടല കപ്പലണ്ടി റോസ്റ്റ്. ഓക്കെ ഓക്കെ. ഇതെന്താണ്? സോയാസ് മസാല ഇത്. ഓക്കെ, ഇവിടെ ദബ്ബാപേട്ടിൽ എന്താണത്? അവിടെ വ്യൂ പോയിന്റ് ഇരിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് ഐറ്റംസുകളൊക്കെ. നല്ല ഷൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഷൂസാണ്. കുട്ടികൾക്ക് കേട്ട് സനും കൊച്ചൊക്കെ അവിടെ നിന്ന് അങ്ങനത്തെ ഐറ്റംസൊക്കെ
കണ്ടപ്പോഴേക്കും. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ മൊത്തത്തിൽ ആൾക്കാർ കുറവൊക്കെ. ഒരു ഊട്ടിയുടെ ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഐറ്റംസ് അതാണ്. ഇതിനൊക്കെ റേറ്റ് എത്ര എന്താ വെച്ചാൽ 100 രൂപ. ടോയ് ട്രെയിൻ. ഈ ഒരു സാധനം നീനുട്ടിക്ക് മേടിച്ചിട്ട് അവളത് വെക്കണില്ല, കൈ പിടിച്ചിട്ട് നടക്കാണ്. നമ്മള് വെയിനിലേക്ക് എത്തി. ഇവിടെ ടിക്കറ്റ് ഫീ വരുന്നുണ്ട്. എൻട്രൻസ് ടിക്കറ്റ് ഫീ 10 രൂപയാണ്. ഇവിടെയും പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് പെറ്റ് അനിമൽസ് നോട്ട് അലൗഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാം. നമ്മുടെ എൻട്രൻസ് ഫീസ് അടച്ച് 20 രൂപ, ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ദബ്ബാപേട്ട വ്യൂ പോയിന്റ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ക്ലീൻ ആണ് ഇവിടുത്തെ ഏരിയ. അത് ഒട്ടുമിക്ക ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും എല്ലാം തന്നെ നല്ല ക്ലീൻ ഏരിയ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ അതിനായിട്ട് വേണ്ടിയിട്ട് ആൾക്കാർ തന്നെയുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് കുരങ്ങന്മാരെ കണ്ടിരുന്നത്. നമുക്ക് അറ്റത്തേക്ക് ഒന്ന് നടന്നു നോക്കാം, അവിടെ എന്താണോ ഉള്ളത് നോക്കാം. ഇവിടെ ചായക്കട, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ടോപ്പ് വ്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ഇത് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഊട്ടി മൊത്തം കാണാമെന്നാണ് പറയുന്നത് ദബ്ബാപേട്ട പീക്ക് പോയിന്റിൽ വെച്ചിട്ട്. ഇതൊക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം ഉണ്ടാ. പുല്ലൊക്കെ വളർത്തി അതൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് അതെ. ഇവിടെ വന്നതിന് ശേഷം, ഊട്ടി വന്നിട്ട് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെയാണ് മാത്രം നിന്നാപ്പി പുറത്തിറങ്ങിയേക്കണേ. കാരണം അവൾക്ക് ഇന്ന് മൊത്തം എടുക്കണമായിരുന്നു. ഇവിടെ കുരങ്ങന്മാരെ കണ്ടു കഴിഞ്ഞപ്പോ ചാടി ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പൊ ദബ്ബാപേട്ട പീക്ക് പോയിന്റ് ടവറാണിത്. ഇതിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഇതിന്റെ വ്യൂ ഒക്കെ നോക്കാം. ഇവിടെ ഇൻസ്റ്റന്റ് ഫോട്ടോ പരിപാടികളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പിന്റെ മുകളിൽ കൂടെ കയറി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് ഇവിടുത്തെ വ്യൂ കാണാം. ആകാശമൊക്കെ നല്ല മേഘം വന്ന് നിൽക്കണം കേട്ടോ. എവിടെയൊക്കെ നോക്കി ശരിക്കും മേഘം നീങ്ങണത് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ലൊരു തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. ഏകദേശം ഊട്ടി ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പോയത്. കാരണം നമുക്ക് ഊട്ടി ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ 1-2 സ്പേസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്ന ഇതുകൾ. ഞാൻ മെയിനായിട്ട് നോക്കിയത് ഊട്ടി ടൗൺ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റി. നമ്മുടെ പഴയ ഊട്ടി കിട്ടിയിരുന്നു. അങ്ങനെ നമ്മൾ ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് അകത്തേക്ക് ഒന്ന് നടക്കാം. അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കോ എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കുറെ ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ക്യാരറ്റ് ആണ്. ക്ലീൻ ചെയ്ത് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പിലിടാനാണോ ചേച്ചി? ഉപ്പില്ല
ഇത് ഉപ്പിലിട്ടതാണ്. ഇത് ഒരു ടിന്ന് റേറ്റ് എത്ര വരുന്നത്? 50 രൂപ. ഇതോ 50 രൂപ. ഓക്കെ. അതുപോലെ തന്നെ നല്ല അടിപൊളി മാങ്ങ ഇതൊക്കെ ഉണ്ട്. ഓക്കെ. ഇത് എത്ര വരുന്നത് ചേച്ചി? ഇത് മാങ്ങയൊക്കെ പപ്പായ 50 30. ഓക്കെ. ഈ ടീ ഫാക്ടറിയുടെ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാല് ഇവിടെ അത്യാവശ്യം ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. നല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെയൊക്കെ തേയില നട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടാ. ഇവിടെയൊക്കെ നല്ല അടിപൊളി. ഇത് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതാ നമ്മ വന്ന വഴിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഹെയർ പിന്നുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഈ നിൽക്കുന്നതാണ് പൈൻ ഫോറസ്റ്റുകള്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറിയുടെ എൻട്രൻസ് ഇവിടെ കണ്ടു. അപ്പൊ അതിലേക്കൊന്ന് കയറാം. നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോ നമ്മള് ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഇപ്പൊ കണ്ടത്. ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പുകളാണ്. ഇനി അടുത്തത് ടീ ഫാക്ടറി സെയിൽസും കൗണ്ടറുമാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. നമ്മുടെ തേയില നുള്ളിയതിനു ശേഷം ഇത് ഉണക്കാൻ വെക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇത് നമുക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ഫീസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ രണ്ടുപേരുടെ ഒരു ടോക്കൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ മേടിക്കണമെങ്കിൽ നമ്മള് ഇങ്ങനൊരു ടാഗ് ഇവിടെ നിന്ന് മേടിക്കണം. എന്നാലും മാത്രം അവിടെ മുകളിൽ പോയിട്ട് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കിയുള്ള പ്രോസസ്സുകൾ കാണാം. അപ്പൊ ഇതാണ് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ്ടാ ടീ പാക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ്. ഇവിടെയാണ് നമ്മുടെ ചായല പൊടിക്കണത്. കറക്റ്റായിട്ട് പൊടിച്ച് വന്നതിന് ശേഷം അവര് പാക്കറ്റിലേക്ക് ആക്കുന്ന ഒരു സെക്ഷനാണിത്. ഓക്കെ. അപ്പൊ നമുക്കിനി മുകളിൽ പോയിട്ട് ബാക്കിയുള്ളവരെയും കാണാം. ഇവിടെ ഹിസ്റ്ററി ഓഫ് ടീയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനാണ് ഫസ്റ്റ് ടൈമായിട്ട് ചായപ്പൊടി ഉണ്ടാക്കിയത്. അപ്പോ ഇതാണ് നമ്മുടെ ടീ ഫാക്ടറിയുടെ ഉൾവശം വരുന്നത്. எல்லாம் காஞ்சதுக்கு அப்புறம் அந்த காஞ்ச மிஷினில் மேனுவலாக ஒர்க் பண்ணும். இந்த மிஷினோட ப்ராசஸ் சிடிசி ப்ராசஸ். சிடிசினா கிரஷிங், டேரிங், கர்லிங். 3 ப்ராசஸ் இந்த மிஷினில் நடக்கும். கர்லிங் ப்ராசஸ் முடிஞ்சோன்னா அந்த பவுடர் லாஸ்ட் பவுடர் இருக்கும். அதுதான் ஃபர்மெண்டேஷன் ரோல். 2 hour ஃபர்மெண்டேஷன் ஆகும். ஃபர்மெண்டேஷன் ப்ராசஸ் முடிஞ்சோன்னா பவுடர் கீழே போய் ஹீட் பண்ணலாம். ட்ரேடிங் பண்ணலாம். வாய்ஸ் ஃபிட் பண்ணி பேக் பண்ணலாம். அடுத்த ப்ராசஸ் கீழே பார்க்கலாம். ഓക്കെ. ഓക്കെ. ഇത് തന്നെ ഫസ്റ്റ് പ്രോസസ്സിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ അവര് പറയുന്നത് വെച്ചാല് ഈ നമ്മുടെ തേയില ഇവിടെ ഉണക്കിയതിന് ശേഷം ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഇതിന്റെ ഗ്രേഡ് തിരിക്കും ആദ്യം തന്നെ. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഗ്രേഡ് തിരിച്ചതിന് ശേഷം താഴത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്.
അപ്പൊ ഇത് ഉണങ്ങിയതിനു ശേഷം നേരിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെ ഈ ഒരു സെക്ഷൻ ആവും. അപ്പൊ ഈ ഒരു ഭാഗത്താണ് ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഓരോ ഗ്രേഡുകൾ തിരിച്ച് അരിച്ചെടുക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ഇതിന്റെ താഴത്തൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ആ സെക്ഷനിലാണ് മെയിൻ ആയിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. ഇതാ ഇവിടുന്ന് അടിപൊളി വ്യൂ ഉണ്ട് കേട്ടാ. എന്റെ പൊന്നെ, കിടക്കാച്ചി വ്യൂ ഉണ്ട്. അതായത് ഈ ഊട്ടി ഒരുവിധം മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. കണ്ടാ, ഇവിടെ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിട്ട് അതിങ്ങനെ ഓരോ ഐറ്റംസ് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഫാക്ടറി, അതുപോലെ തന്നെ ഇതിനോരോ പ്രോസസ്സിങ്, 5 സ്റ്റേജ് 6 സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെക്ഷനൊക്കെ അങ്ങനെ സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 9th സ്റ്റേജ്. ഇത് ഗ്രേഡിങ് ആക്കുന്ന ഒരു സ്റ്റേജ് ആണിത്. അപ്പോ ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഗ്രേഡിങ് ആക്കുന്ന ഒരു സെക്ഷൻ ആണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ബൾക്കായിട്ട് പാക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ. അതിനുശേഷമാണ് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കി ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് സെക്ഷനാണ് പാക്കിംഗ് സെക്ഷൻ വരുന്നത്. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ടീ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമൽ മസാല ഇലൈച്ചി, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നോർമൽ മസാല ഇലൈച്ചി, ലെമൺ, ഗ്രീൻ ടീ, വൈറ്റ് ടീ. ഓക്കെ നോർമൽ മസാല ഇലൈച്ചി, ഇലാഞ്ചി. ഓക്കെ ലെമൺ. ഓക്കെ മസാല ടീ ഇருக்கு. നോർമൽ മതി. ഓക്കെ, അതിന് നോർമൽ ടേസ്റ്റ് നോക്കാം. ഇത് നോർമലാ? അത്യാവശ്യം നല്ല രീതിയിൽ കടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുടിച്ചു നോക്കട്ടെ കേട്ടാ. ഏതാണ്? ഇത് പിടിച്ചോ, നോർമൽ പിടിച്ചോ. എലാഞ്ചി സൂപ്പറാ. അപ്പൊ ഒരു എലാഞ്ചി എടുക്കാം. ഞാനപ്പോ നമ്മുടെ നോർമൽ ടീ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് അത്യാവശ്യം നല്ല ടീ തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു എലാഞ്ചി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ ഏലാഞ്ചി എന്ന് പറയുന്നൊരു അടിപൊളി ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ടീ തന്നെയാണ് കേട്ടോ. ഏലക്കുണ്ട്, ജിഞ്ചർ ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്, ലെമൺ. പിന്നെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കൗണ്ടറിൽ വന്നിട്ട് 24 വെറൈറ്റീസ് ഉണ്ട്. 24 വെറൈറ്റീസ്. ഇത് നമ്മ ഏലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഏലക്ക വന്നിട്ട് നമ്മള് ഏലക്ക പൗഡർ ജിഞ്ചർ ഇട്ട് അരച്ച് അതിൽ ചായപ്പൊടിയിൽ മിക്സ് ചെയ്യും. ചായപ്പൊടിയിൽ മിക്സ് ചെയ്യും. അതായത് ഏലക്ക പൊടിയും ജിഞ്ചറും ചേർന്നിട്ട് മിക്സ് ചെയ്യും. ഫസ്റ്റ് പ്രോസസ്സിംഗ് എല്ലാം സെയിം തന്നെ. എല്ലാം സെയിം. പിന്നെ നമുക്ക് നോർമലി ഒരു ചായ മാത്രം ഇതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഡിഫറെന്റ് മാത്രം. ഓക്കെ, ഏറ്റവും കൂടുതൽ ചായപ്പൊടി ഏതാ ഇവിടെ നിന്ന് സെയിൽ ആവാറ്? സെയിൽ വന്നിട്ട് എല്ലാ ചായപ്പൊടിയും പോകും. ആണോ? എന്നാലും ഏറ്റവും കൂടുതൽ എലാഞ്ചിയാണ്. മസാല പോകും. പിന്നെ ഹിന്ദി ഗസ്റ്റ് ഒക്കെ വന്നാൽ ഭയങ്കര മസാലയൊക്കെ ഹിന്ദി ഗസ്റ്റ് ഒക്കെ വന്നാൽ കേരള ഗസ്റ്റ് ഒക്കെ വന്നാൽ നോർമലും പിന്നെ എലാഞ്ചി പോലെ. ഇത് നമുക്ക് 1 കിലോന് എങ്ങനെ റേറ്റ് തന്നെ? താഴെ ചോദിക്കണം. ഓക്കെ ചേച്ചി ഇപ്പൊ എത്ര ആളായി ഇവിടെ? 9 കൊല്ലായി. ഓക്കെ ഇതിന്റെ പ്ലാന്റ് അപ്പൊ എവിടെയാണ്? പിന്നെ ഗൂഡല്ലൂർ റെഡി ആയിട്ടില്ലേ? ഓക്കെ താങ്ക് യു. ഞങ്ങള് മഹാരാഷ്ട്ര, കേരള. അപ്പൊ നമ്മളെ ചേച്ചി പറഞ്ഞു മസാലയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേ ഒരു മസാലയും കൂടി കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. എല്ലാം കളർ കൊണ്ടും ലുക്ക് കൊണ്ടൊക്കെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി മസാല കൂടി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്താ തണുപ്പ്! നമ്മുടെ മോഹൻലാൽ പറഞ്ഞ മാതിരി ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്ന് പറയുന്നത് വളരെ ശരിയാന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. മസാല ചായ നമുക്ക് മലയാളികൾക്ക് അത്ര കേട് പിടിക്കില്ല. ആ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏതോ ബിരിയാണി തിന്നണ പോലെ ഉണ്ട് മസാല ചായ കുടിക്കുമ്പോ. ആ ഒരു ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏലക്ക ചായയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചായ തന്നെയായിരുന്നു ഏലക്ക ചായ വന്നത്.
മസാല കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഇതിലെനിക്ക് തോന്നുന്നു കറുകപ്പട്ട, കരയാമ്പൂ അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരു കുത്തുണ്ട്. അതുകൊണ്ട് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഏലക്ക ചായ, ഏലാഞ്ചിയും അതുപോലെ തന്നെ നോർമൽ ടീ ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഉയരം കൂടുന്നതും ചായക്ക് ടേസ്റ്റ് കൂടുന്നത് സത്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെയിൽസിന്റെ സെക്ഷൻ വരുന്നത്. വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ വീഡിയോ. അപ്പോൾ ഇതാ എത്ര ടൈപ്പ് ടീസ് ഇരിക്കുന്നത്? ചോക്ലേറ്റ് ടീ ഇങ്ങനെ എത്ര? ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഓരോന്ന്? 370 1 കിലോ, ഹാഫ് kg. കാടമുന്തി ഓക്കെ 230. പിന്നെ നമ്മുടെ ഏലാഞ്ചിയോ? ഏലാഞ്ചി ഇതല്ലേ, ഇതെത്ര റേറ്റ് പറഞ്ഞേ? 370 വരുന്നത്. ഓക്കെ. പിന്നെ ഇതൊക്കെ എന്താണ് വരുന്നത്? ഗ്രീൻ ടീയിൽ ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് നമ്മുടെ ഏലാഞ്ചിക്കാണ് റേറ്റ് വരുന്നത്. പിന്നെ ചോക്ലേറ്റ് ടീ, ഇൻസ്റ്റൻറ്റ് ലെമൺ ജിഞ്ചർ ടീ അങ്ങനെ ടീകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ കൗണ്ടറുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രീമിയം ലെവൽ വരെ എല്ലാ ഐറ്റംസും ഇപ്പോൾ ഇവരെ അടുത്തുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ചോക്ലേറ്റിൻ്റെ തന്നെ വേറൊരു സെക്ഷനാണ് കേട്ടോ ഉണ്ടാക്കുന്നതിൻ്റെ. അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കൊള്ളാം. ഇതിപ്പോൾ ജിഞ്ചർ ടീ സെക്ഷൻ വരുന്നതാണ്. ഗ്രീൻ ടീയിൽ തന്നെ ജിഞ്ചർ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ. മസാല ടീ അങ്ങനെയൊക്കെ ഐറ്റംസുകളുണ്ട്. ഇവർക്ക് തന്നെ ഓൺലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കിലോക്ക് അവര് 90 rupees എക്സ്ട്രാ വരുന്ന രീതിയിലാണ്. അപ്പൊ ഇതാണ് അവരുടെ കൊറിയർ അയക്കാനുള്ള ഡീറ്റെയിൽസ് അയക്കേണ്ട ഇതാണ് വരുന്നത്. നമുക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറിയർ അയച്ചു തരും. 1 കിലോക്ക് 90 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ. ഇത് അവരുടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ചോക്ലേറ്റുകളാണ്. ഇതൊക്കെയാണ് ഐറ്റംസുകൾ വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ 2 ഐറ്റം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അത് വളരെ നന്നായിരുന്നു. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് മാം? 140. ഓക്കെ. ഇത് ചോക്ലേറ്റാ? കോഫി ചോക്ലേറ്റ്. ഓക്കെ. ഇവിടെ ചെറിയ അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഇവിടെ നമുക്ക് മിൽക്ക് ഫ്രൂട്ട് മിക്കപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. ചോക്ലേറ്റുകൾ വരുന്നത്. അപ്പൊ നമുക്ക് അത്രയും നമുക്ക് പാക്ക് ചെയ്ത് ഒരു സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടെയാണ് ബില്ലിംഗ് സെക്ഷൻ വരുന്നത്. ചോക്ലേറ്റുകൾ വരുന്നത്. നമ്മളിപ്പോ എറണാകുളത്ത് നിന്ന് ഊട്ടിയിലേക്ക് ട്രെയിൻ വരുമ്പോ എങ്ങനെ വരേണ്ടത്? എറണാകുളത്ത് നിന്ന് നിങ്ങൾ ഊട്ടിയിലേക്ക് ട്രെയിൻ വരാന്ന് വെച്ചാൽ നിങ്ങൾ കോയമ്പത്തൂർ തന്നെ, അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഊട്ടിയിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്താൽ ഊട്ടി വരെ ട്രെയിൻ ബുക്കിംഗ് 2 മാസം എടുക്കും. ഏത് മേട്ടിപ്പാളയം ടു ഊട്ടി. ഓക്കെ. അതേ ടോയ് ട്രെയിൻ. മേട്ടിപ്പാളയം വരെ നിങ്ങൾക്ക് ട്രെയിനിൽ വരാം. ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ വന്നിട്ട് ട്രെയിൻ ഒന്ന് മാറിക്കയറണം. ആ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. ഒറ്റ ട്രെയിനേ ഉള്ളൂ, ചെന്നൈ ടു ഊട്ടി. അങ്ങനെയാണ് ആ ട്രെയിൻ ബുക്ക് ചെയ്യുന്നത്. ഉടകമണ്ഡലം എന്ന് പറയും. അപ്പൊ കോയമ്പത്തൂർ നിങ്ങൾ രാവിലെ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ ഇപ്പുറത്തെ റൂട്ടിൽ ഊട്ടി ട്രെയിൻ കിടക്കണ്ടാവും, അതിലോട്ട് മാറിക്കയറണം. ഏകദേശം ടൈമിംഗ് എങ്ങനെയാണ്? വെളുപ്പിന് എത്ര മണി? 5 മണി. 5 മണിക്ക് നമ്മൾ കോയമ്പത്തൂർ എത്തണം. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ ട്രെയിനിലേക്ക് മാറി കയറും. മാറി കയറി ആ ട്രെയിൻ മേട്ടിപ്പാളയത്ത് 8 മണിക്ക് എത്തും. 8:30 ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ആവും. അത് 12:30 മണിക്ക് ഊട്ടിയിലെത്തും. 5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാവും. 16 ടണൽ 16 മലയുടെ ഉള്ളിൽ കൂടി വരും. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ ലൈഫിൽ ഒരു 1 ടൈമിംഗിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ ഇവിടെ ഹിമാചലിൽ മാത്രമേ ഉള്ളൂ ഈ ട്രെയിൻ, വേറെ ഒന്നുമില്ല. 16 ടണൽ 16 ടണൽ കയറുന്നില്ല. ഹിമാചലിൽ ടണലില്ല,
പക്ഷെ ഊട്ടിയിൽ ടണൽസ് ഉണ്ട്, മലയുടെ ഉള്ളിലൂടെയാ വരുന്നതല്ല. ഓക്കെ ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ ഇന്നും അത് ആവി എഞ്ചിൻ കുണൂർ വരെ ഓടും, കുണൂറിന്ന് ഡീസൽ എഞ്ചിനിലോട്ട് മാറും, പിന്നെ അത് ഊട്ടി ഉടകമണ്ഡലത്തിൽ വരും. ഓക്കെ. നമുക്ക് ഊട്ടിയിൽ വന്നാൽ നമുക്ക് റൂമിനൊക്കെ കാര്യങ്ങൾക്ക് റൂമിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ റീസണബിളായിട്ട് ഇഷ്ടംമാർ റൂംസ് ഉണ്ട്, ഞങ്ങൾ റൂംസ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഇതില് ചേട്ടന്റെ നമ്പർ കൊടുത്ത് ഇട്ടോട്ടെ? ഒരു കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് എപ്പോഴാണ് ഊട്ടിക്ക് വരാൻ ബെസ്റ്റ് ടൈം ശരിക്കും പറഞ്ഞാൽ? ഊട്ടിയിൽ നിങ്ങൾ എന്തിലെ വന്നെ തണുപ്പ് ആസ്വദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ടൈമാണ്. ഓക്കെ. അങ്ങനെ പല ടൈമുണ്ട്. ഓക്കെ. തണുപ്പ് ആസ്വദിക്കാനാണെങ്കിൽ നിങ്ങൾ നവംബറിന് ശേഷം വരണം. നവംബറിന് ശേഷം വരണം. അത് നല്ല തണുപ്പായിരിക്കും. ഓക്കെ. നവംബർ ടു ഒരു ഫെബ്രുവരി ഫസ്റ്റ് വരെ നല്ല ക്ലൈമറ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ സമ്മറാണുള്ളത്. ഏപ്രിൽ മെയ്. ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഷോ. അപ്പൊ വലിയ തണുപ്പുമില്ല, വലിയ ചൂടുമില്ല, അതൊരു മീഡിയം ക്ലൈമറ്റ് ആയിരിക്കും. ആ സമയത്ത് ഫ്ലവർ ഷോ, ഡോഗ് ഷോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ വെറുത്തായിരിക്കും ആ സമയത്ത്. ഏപ്രിൽ മെയ് ആണ് നമ്മുടെ സീസൺ വരുന്നത്, ബെസ്റ്റ് സീസൺ അല്ലേ? ഊട്ടി സീസൺ. ബസ്സിന് വരികയാണെങ്കിൽ എങ്ങനെയാണ്? ബസ്സിന് വരണമെങ്കിൽ ബസ് ഫുൾ 24 അവർ കോയമ്പത്തൂർന്ന് 24 മണിക്കൂറും ബസ് ഉണ്ട് ഊട്ടിയിൽ. ഇവിടുന്ന് അങ്ങാടും ഉണ്ട്. നമ്മൾ ശരിക്കും എപ്പോഴും പറഞ്ഞാൽ കോയമ്പത്തൂർ വരണം. എങ്ങനെയാണ് ഊട്ടിലേക്ക് വേണമെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ മേട്ടുപ്പാളയം വരണം. നമുക്ക് ഈ മസനഗുഡി വഴി വരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിലമ്പൂർ വഴി വരാം. നിലമ്പൂർ വഴി വരണമെന്ന് പറഞ്ഞാൽ നിലമ്പൂർ വന്നിട്ട് കൂടല്ലൂരിൽ വരും. കൂടല്ലൂരിന്ന് ബസ് ഉണ്ടാവും, പക്ഷെ കൂടല്ലൂരിന്ന് കോയമ്പത്തൂർന്ന് വന്നാൽ എപ്പോഴും ബസ് ഉണ്ടാവില്ല. ടൈമിംഗ് ഉണ്ട്, രാത്രി ഒന്നും ബസ് കിട്ടില്ല. പക്ഷെ കോയമ്പത്തൂർ നിന്നാണെങ്കിൽ നമുക്ക് എപ്പോഴും രാത്രി 24/7 ബസ് ഉണ്ട്. പിന്നെ മസനഗുഡിന്ന് കയറി വരാം, അങ്ങാട് തിരിച്ചു പോകാൻ പറ്റില്ല വണ്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ മസനഗുഡി കൂടി ബസ്സില്ല, നമ്മുടെ ഓൺ വെഹിക്കിൾ വേണം. അപ്പൊ മസനഗുഡിയിൽ വന്നിട്ട് കൂടല്ലൂർ വന്ന് കൂടല്ലൂരിന്ന് മുതുമല ഫോറസ്റ്റ് മസനഗുഡിന്ന് ഈ ഹെയർപിന്ന് കയറി ഊട്ടിയിലെത്തും. തിരിച്ച് അങ്ങാട് പോകാൻ പറ്റില്ല, ആ വഴി കൂടി നിങ്ങൾക്ക് കൂടല്ലൂർ വഴിയേ പോകാൻ പറ്റൂ. ഇതാണ് 2 റൂട്ട്, ഊട്ടിയിലേക്കാണ് 2 റൂട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞങ്ങള് ഊട്ടിയിലേക്ക് എത്തി. ഞങ്ങളെ സെറ്ററൊക്കെ ഇട്ട് കുട്ടപ്പിയായിട്ടൊക്കെ ഇരിക്കേണ്ട ഞങ്ങളെ സെറ്ററൊക്കെ കാണിച്ചത് നല്ല തണവുണ്ട്. അപ്പൊ ഒരു എന്താ പറയാ, ഏകദേശം ഒരു 18 ഡിഗ്രിയോളം തണവിലേക്കാണ് ഇപ്പൊ ഊട്ടിയുടെ ക്ലൈമറ്റ് നിൽക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്കൊക്കെ നമുക്കൊരു 24 ഡിഗ്രി ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. ഒരു 18ലേക്ക് ആയിട്ടുണ്ട്. നല്ല തണവുണ്ട്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഏകദേശം ഇപ്പൊ സമയം ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്നിപ്പോ മലബാർ ഹോട്ടൽ, ഒരു ഊട്ടി ലൈക്കിന്റെ അടുത്ത് വരുന്ന ഒരു മലബാർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുകയാണ്. പിന്നെ അവിടെ അൽഫാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, പിന്നെ പൊറോട്ട അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നൈറ്റും ബിരിയാണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണി റേറ്റ് വരുന്നത് 180 രൂപ തന്നെയാണ്. ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ 2 ബിരിയാണി ഞങ്ങൾ എടുത്തു. അങ്ങനെ പെണ്ണിനാപ്പിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നമ്മൾ ഊട്ടി ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ. താങ്ക് യു.